നല്ലൊരു കൂട്ടായ്മയുണ്ട്, കുറേ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ചായക്കടയുണ്ട്, 100-ലേറെ വർഷം പഴക്കമുള്ള ചായക്കടയാണ്. അപ്പോൾ ആ ചായക്കടയിൽ വരുന്ന കുറേ ആളുകൾ, കുറേ ചെറുപ്പക്കാർ തമ്മിലൊരു കൂട്ടായ്മ, അവർ കാരുണ്യ പ്രവർത്തനങ്ങൾ, കുറേ ചാരിറ്റി പ്രവർത്തനങ്ങൾ, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ആ ചായക്കടയിൽ പോയിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയുക, അവിടെ നിന്നൊരു ചായ കുടിക്കുക, അതാണ് ഇന്നത്തെ പരിപാടി. തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുന്നയൂർക്കുളം പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ചമ്മന്നൂർ. നാട്ടിലെ പ്രധാനപ്പെട്ട കവലയിലാണ് അബുക്കാട ചായക്കട നിലകൊള്ളുന്നത്. ചായക്കടയ്ക്കൊരു കൂട്ടായ്മയുണ്ട്. ചെറുപ്പക്കാരും മധ്യവയസ്കരുമൊക്കെ ആ കൂട്ടായ്മയിൽ അംഗങ്ങളാണ്. ദേശത്തെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരെപ്പോഴും സജീവമാണ്. അതുപോലെ തന്നെ ഏത് അടിയന്തര ഘട്ടങ്ങളിലും സഹായവുമായി അബുക്കാട ചായക്കട കൂട്ടായ്മ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും. നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഈ കെട്ടിടത്തിൻ്റെ അത്ര തന്നെ പഴക്കം ഈ ചായക്കടക്കും ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നടത്തിപ്പുകാരനായ നമ്മുടെ അബുക്ക പറയുന്നത്. ഇതൊക്കെ ഒക്കെ പല അയിനിയാണ് എത്ര കൊണ്ടായിരുന്നു കാലം വരായി. നമ്മളെ വെട്ടിക്കാല അപ്പൂട്ടൻ, നമ്മളെ മഴക്കാല എൻ്റെ മാമക്ക്, പിന്നെ തത്ത പോക, നമ്മളെ കറ്റ പോക, മാമേൻ്റെ ഞാട്ട്. അപ്പൊ കൊണ്ടായി പറഞ്ഞ കുഞ്ഞെടുക്ക, മഴ കമ്പനി കുഞ്ഞെടുക്ക, കായണ്ടപ്പ കായണ്ടപ്പ പറഞ്ഞേ അത് ഉണ്ടാക്കിയതല്ലോ. അപ്പൊ ഒരു 75 നേരെ പറഞ്ഞിട്ടുണ്ടാവും. പലഹാരത്തിന്റെ കണ്ണാടിക്കൂട്ടിൽ അധികം വിഭവങ്ങളൊന്നുമില്ല. എന്നാൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിക്കുന്ന ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ഒരു ചാർജ് ഈടാക്കുന്നില്ല. പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നാൽ പോക്കറ്റ് കാലിയാണെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിലും അബുക്കാക്ക് വിരോധമൊന്നുമില്ല. പ്രായമേറി തുടങ്ങിയെങ്കിലും നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു നിര തന്നെ എന്ത് സഹായത്തിനും കൂടെ ഉള്ളതുകൊണ്ട് ഒട്ടും തളരാതെ അദ്ദേഹവും ചെറുപ്പത്തിൻ്റെ ഉഷാറോടുകൂടി നടക്കുകയാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ. അതുപോലെ തന്നെ ചായക്കടയുടെ കൂട്ടായ്മക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു.